നാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ സെഗ്മെൻ്റ് ആകുന്നു. നിങ്ങളുടെ നാളെയിൽ നാളെ 2024 ഡിസംബർ 25-ാം തീയതി, അതായത് 1200 ധനുമാസം 10-ാം തീയതി ബുധവാരം, ബുധനാഴ്ച. ബുധനാഴ്ചത്തെ പ്രാദേശിക സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:44 അസ്തമയം വൈകിട്ട് 6:07 നാളത്തെ ബുധനാഴ്ചത്തെ രാഹുകാലം 12 മണി മുതൽ 1:30 വരെയുള്ള സമയമാകുന്നു. പ്രാദേശിക സമയം 6 മണിക്കാണ് രാഹുകാലം ക്ലിത്തപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ അതിൻ്റേതായ മാറ്റങ്ങൾ രാഹുകാലം ചിന്തിക്കുമ്പോൾ ഉണ്ടാകാവുന്നതാണ്. നാളത്തെ നക്ഷത്രം ചിത്ര നക്ഷത്രമാകുന്നു. നാളെ 3 മണിവരെ ചിത്ര നക്ഷത്രമാകുന്നു. ചിത്രപ്രായണ എല്ലാ ശുഭ മുഹൂർത്തങ്ങൾക്കും നാം ഉപയോഗിക്കുന്ന നക്ഷത്രമാകുന്നു. ഉത്രത്രയത്തിൽ വരുന്ന നക്ഷത്രമാകുന്നു. ഉത്രമത്തം ചിത്ര, അതാണ് ഉത്രത്രയത്തിൽ 1-ാം ഭാഗം. രണ്ടാമത് വരുന്നത് ഉത്രാടം, തിരുവോണം, അവിട്ടം. മൂന്നാമത് വരുന്നത് ഉത്രട്ടാതി, രേവതി, അശ്വതി. അതിനാൽ ചിത്ര നല്ല നക്ഷത്രമാണ്. നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ ദശമി തിഥിയാകുന്നു. ചന്ദ്രൻ വളരെ ദുർബലമായി അമാവാസിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നാളത്തെ നക്ഷത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. വാങ്ങുവാനും കൊടുക്കുവാനും പറ്റാത്ത നക്ഷത്രമാകുന്നു ചിത്ര നക്ഷത്രം. കൃത്രിക ഭാഗ്യ മൂലാശ്ച മകാ ചിത്രാച്ച രേവതി ആദാതവ്യം ന ദാതവ്യം തച്ഛേഷന്തു വിനശ്യതി. കൃത്രിക, കാർത്തിക, ഭാഗ്യം, ഉത്രം, മൂലം, മകം, ചിത്ര, രേവതി ഈ നക്ഷത്രങ്ങൾ വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്ക് അനുകൂലമല്ല. സാമ്പത്തികമായ വാങ്ങൽ കൊടുക്കൽ അല്ലെങ്കിൽ അച്ചാരം വാങ്ങുക, പഴയകാലത്ത് നമ്മൾ അഡ്വാൻസ് വാങ്ങുക തുടങ്ങിയ കർമ്മങ്ങൾക്കൊന്നും ഈ നക്ഷത്രങ്ങൾ അനുയോജ്യമല്ല. അതിനാൽ സാമ്പത്തികമായ ഇടപെടലുകൾക്ക് നാളത്തെ ദിനമത്ര ശുഭമല്ല, നക്ഷത്രം ശുഭമല്ലാത്തതിനാൽ. നാളെ ശുഭകാര്യങ്ങൾക്കായി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന സമയങ്ങൾ കാലത്ത് 9:45 മുതൽ 10:45 വരെയുള്ള സമയം. അതിനുശേഷം 2 മണി മുതൽ 3:30 വരെയുള്ള സമയവും നിങ്ങൾക്ക് ശുഭകാര്യങ്ങൾക്കായി സ്വീകരിക്കാവുന്നതാണ്. നാളത്തെ പ്രാർത്ഥന ചിത്ര നക്ഷത്രമാകയാൽ നിങ്ങൾക്ക് മകേരം, ചിത്ര, അവിട്ടം ഈ നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ചൊവ്വയാകുന്നു. അതിനാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, കടുംപായസം വഴിപാടായി ചെയ്യാം. ദേഹത്തിന് ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ ദേഹമുട്ടി ചെയ്യുക. കർമ്മ തടസ്സമുണ്ടെങ്കിൽ കർമ്മമുട്ടി ചെയ്യുക. ശത്രുദോഷമുണ്ടെങ്കിൽ ശത്രുമുട്ടി ചെയ്യുക. സുബ്രഹ്മണ്യന് വഴിപാടായി സുബ്രഹ്മണ്യ പൂജ, പായസം അല്ലെങ്കിൽ ത്രിമധുരം, പഞ്ചാമൃതം വഴിപാടായും സമർപ്പിക്കാവുന്നതാണ്. കാരണം ഈ നക്ഷത്രങ്ങളെപ്പറ്റി ചിന്തിക്കുന്ന ഗ്രഹം ചൊവ്വയാകുന്നു. ചൊവ്വയെക്കൊണ്ട് നാം ഭദ്രകാളിയെയും ചാമുണ്ടിയെയും സുബ്രഹ്മണ്യ സ്വാമിയെയും ചിന്തിക്കുന്നു. അതിനാലാണ് മേൽപ്പറഞ്ഞ വഴിപാടുകൾ, പരിഹാരങ്ങൾ നിങ്ങൾക്ക് നിർദ്ദേശിച്ചത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.